അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ആദരണീയരായ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അധ്യക്ഷൻ സയ്യിദ് സഹാദത്തുള്ള ഹുസൈനി, മുഖ്യാതിഥി യാൻവാബി മസ്ജിദ് ഇമാം അബ്ദുൽ ബാത്തിൻ ഒമാനി അവർകൾ, ജമാഅത്തെ ഇസ്ലാമി കേരള അധ്യക്ഷൻ പി മുജീബ് റഹ്മാൻ സാഹിബ്, ജമിയത്തുൽ ഉലമ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി ബി എച്ച് അലിയാർ കാസിമി സാഹിബ്, ആദരണീയരായ അതിഥികളെ, വംശീയ രാഷ്ട്രീയത്തിനെതിരെ, ഹിന്ദുത്വ വംശീയതയ്ക്കെതിരായ വെളികേട്ട് അതിനോടുള്ള പ്രതികരണം അറിയിക്കുവാൻ, നമ്മുടെ നിലപാട് അറിയിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ സാഹോദര്യ സമ്മേളനം എന്ന തലക്കെട്ടിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു പരിപാടി എന്ന് ഒട്ടും വിശദീകരിക്കേണ്ടതില്ലാത്ത ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം ഒരു പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുമ്പോൾ ഇത്തരം ഒരു മഹാജനസഞ്ചയം എന്തുകൊണ്ട് ഇവിടെ ഒത്തുകൂടുന്നു എന്നുള്ളത് തന്നെ ഈ ഒരു പരിപാടിയുടെ പ്രസക്തിയെക്കുറിച്ചുള്ള അതിൻ്റെ സൂചനയാണ്. നമുക്കറിയാം, വംശീയ രാഷ്ട്രീയം, ഹിന്ദുത്വ വംശീയത അതിൻ്റെ അധികാര രൂപമാർന്നുകൊണ്ട് കരാളമായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ഉള്ളത്. ഒരുപാട് അനുഭവങ്ങൾ, വസ്തുതകൾ, സംഭവങ്ങൾ എണ്ണിപ്പറയേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ബാബരിയിലൂടെ, മണിപ്പൂരിലൂടെ, ഗ്യാൻവാബിയിലൂടെ, മഹ്റോളിയിലൂടെ, മധുരയിലെ ഷാഹി ഈദ്ഗാഹിലൂടെ നമ്മുടെ മുമ്പിൽ വിടർന്നു നിൽക്കുന്ന സംഭവങ്ങൾ, ഏറ്റവും അവസാനമായി സുരക്ഷിതമെന്ന് ഒരു വേളയിൽ നാം അഹങ്കരിക്കാറുണ്ടായിരുന്ന കേരളത്തിൽ പോലും, പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയുടെ പേരിൽ പോലും, അർത്തുങ്കൽ പള്ളിയുടെ പേരിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങൾ, വംശീയത, വംശീയ രാഷ്ട്രീയം, വംശഹത്യയുടെ ഒരു തരം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാം സാധാരണ പറയാറുണ്ട്, ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ അർപ്പിക്കേണ്ട ചില ഭരണ സംവിധാനങ്ങളുണ്ട്. ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന മീഡിയകളുണ്ട്. ഇത്തരം സംവിധാനങ്ങളിലാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ അർപ്പിച്ചു വരുന്നത്. എന്നാൽ ഇതിനെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ താങ്ങി നിർത്തേണ്ട ഓരോ സംവിധാനവും ഇന്ന് വംശീയ രാഷ്ട്രീയത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ ജുഡീഷ്യറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നീതിയുടെ അവസാന വാക്ക് എന്ന് പറയാവുന്ന, ഒരു വേള ലെജിസ്ലേച്ചർ പരാജയപ്പെടുമ്പോൾ, എക്സിക്യൂട്ടീവ് പരാജയപ്പെടുമ്പോൾ നാം പ്രതീക്ഷ അർപ്പിച്ചേക്കാവുന്ന ജുഡീഷ്യറി പോലും ഇന്ന് തങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് എന്ന് സ്വയം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട്, വിലയിരുത്തിക്കൊണ്ട് വംശീയതയ്ക്ക് കൂട്ടുനിൽക്കുന്ന, അതിൻ്റെ പേരിൽ പട്ടും വളയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ ഇനി എന്താണ് പ്രതീക്ഷ, എവിടെയാണ് പ്രതീക്ഷ എന്ന് നമുക്ക് ഉറ്റുനോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരമൊരു സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ, ഇത്തരമൊരു സമ്മേളനത്തിന് വേണ്ടി ആഹ്വാനം നടത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയുവാനുള്ളത്, നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ശക്തി പ്രകടനം എന്ന രീതിയിലല്ല ഈ ഒരു സംഭവത്തെ, ഈ ഒരു പരിപാടിയെ നാം ഒരിക്കലും കാണുന്നത്. ഈ ഒരു അവസ്ഥയോടുള്ള കേവലമായ പ്രതിഷേധ പരിപാടി എന്ന അർത്ഥത്തിലല്ല ഈ ഒരു സമ്മേളനത്തെ, ഈ ഒരു ഒത്തുകൂടലിനെ നാം കാണുന്നത്. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിലപാടിൻ്റെ പ്രഖ്യാപനമാണ്. ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് അത് ചില നിലപാടുകളാണ്, അത് ചില പ്രഖ്യാപനങ്ങളാണ്. ഇവിടെ രൂപപ്പെട്ട് കാണണമെന്ന് ഇന്നത്തെ ഹിംസാ സമൂഹം ആഗ്രഹിക്കുന്ന, ഇന്നത്തെ വംശീയതയുടെ അജണ്ടയുടെ വക്താക്കൾ ആഗ്രഹിക്കുന്ന ചില അവസ്ഥകളുണ്ട്.
അവർ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശികളല്ല, നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല. നിങ്ങളിവിടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന തിട്ടൂരങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നാം പറയുന്നു, നാം ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ജീവച്ഛവങ്ങളായി ജീവിക്കുവാനല്ല നാം ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. മറിച്ച് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന്, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഒരു സമ്മേളനം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിശബ്ദതയാണ്. സമൂഹം ശബ്ദിക്കാതെ പഞ്ചപുച്ഛമടക്കി അധികാരത്തിന് മുമ്പിൽ താണു കേണു നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കും. അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ജീവിച്ചിരിക്കും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത്. പലരും നമ്മളോട് പറയുന്നത് മറന്നു കളയുവാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്തിനാണ് ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ബാബരിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞുപോയ അധ്യായങ്ങളല്ലേ? അതൊക്കെ മറന്ന് നമുക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് പലരും നമ്മളോട് പറയുവാനുള്ളത്. നാം മനസ്സിലാക്കുന്നു, ഇത് കേവലം മറവിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ഓർമ്മകളെ ബോധപൂർവം മായ്ച്ചു കളയുവാനുള്ള, ചരിത്രത്തെ ബുൾഡോസറുകൾ കൊണ്ട് മാറ്റിയെഴുതാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അജണ്ടകളെ അട്ടിമറിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ സമ്മേളനം. നാം പറയുന്നു, നമുക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കും. ഓർമ്മപ്പെടുത്തേണ്ടത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഓർക്കേണ്ടത് ഓർത്തുകൊണ്ട് ഇവിടെയുള്ള തെരുവീതികളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതോടൊപ്പം നാം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാശയമുണ്ട്, അത് സാഹോദര്യം എന്നുള്ളതാണ്. വംശീയതക്കെതിരെയുള്ള സാഹോദര്യ സമ്മേളനത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. അഥവാ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങൾ സംസാരിക്കുന്നത് തിരസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ഉൾക്കൊള്ളിനെ കുറിച്ചാണ്. കറുത്തവനും വെളുത്തവനും സമന്മാരായിട്ടുള്ള, ഉള്ളവനും ഇല്ലാത്തവനും സമന്മാരായിട്ടുള്ള സാഹോദര്യത്തിന്റെ ഒരു രാഷ്ട്രീയം കൊണ്ട് വംശീയതയെ മറികടക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾക്കിവിടെ പറയുവാനുള്ളത്. ഈ ഒരു ആഹ്വാനം കേട്ട ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരങ്ങളോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്, ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കമോ അവസാനമോ അല്ല. നമ്മുടെ മുൻഗാമികൾ തുടങ്ങി വെച്ച ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനിയും നമുക്ക് തെരുവിൽ തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോഴും ഈ കൂട്ടായ്മക്കൊപ്പം നിങ്ങൾ ഉണ്ടാവണമെന്ന ആഹ്വാനത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.